കണ്ഠമിടറുമാറ് ഉച്ചത്തിൽ അവർ പറയുന്നു, കണ്ണേ കരളെ VS ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്നാണ്. ആ മുദ്രാവാക്യത്തിന് ശക്തി കൂടുന്നത് പ്രേക്ഷകർ കാണുന്നു. ആ മുദ്രാവാക്യത്തിനോടൊപ്പം അവരുടെ കണ്ഠമിടറുന്നത് പ്രേക്ഷകർ കേൾക്കുന്നു. ഇത് കേരളത്തിന്റെ മുദ്രാവാക്യമായി മാറുന്നു. കണ്ണേ കരളെ VS. ഒരു നാട് കണ്ണും കരളും ഏതെങ്കിലും ഒരു നേതാവിന് പറിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ അത് VS മാത്രമാണ് എന്നതാണ് വർത്തമാനകാല ചരിത്രം എന്ന് പറയുന്നത്. VSന്റെ ചരിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമായി മാറുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. VSനെ സ്നേഹിക്കുന്ന മനുഷ്യർ VSന് അന്ത്യാഭിവാദ്യമർപ്പിക്കുന്ന കാഴ്ച. കൂലി തൊഴിലാളികളായിട്ടുള്ള മനുഷ്യർ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന മനുഷ്യർ, തൊഴിലുറപ്പ് മനുഷ്യർ, ഹരിതകർമ്മസേനയിലെ മനുഷ്യർ എന്ന് തുടങ്ങിയ സമൂഹത്തിന്റെ നാനാതുറകളിലും പെട്ട മനുഷ്യർ ഒരു കടലായി അലച്ചെത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. ശ്രീകാര്യത്ത് ഇപ്പോൾ വലിയ ഒരു ആൾക്കൂട്ടം പ്രേക്ഷകർക്ക് അലിഞ്ഞില്ലാതാവുന്ന VSനെ നിങ്ങൾക്ക് കാണാം. ആ നിശബ്ദനായി കിടക്കുന്ന VS ഒരു കഥ പറയുന്നുണ്ട് കേരളത്തിലെ മനുഷ്യരോട്. ശ്രീകാര്യത്ത് ഈ വലിയ ജനാവലിയിൽ നിങ്ങൾ കേൾക്കുന്ന കഥ VSന്റെ പോരാട്ടത്തിന്റെ കഥയാണ്. ഒരു നാടൊരു മനുഷ്യന് നന്മ നൽകുന്നത്, അതും അധികാരത്തിൽ നിന്ന് പുറത്തായി 9 എന്താണ് അടയാളപ്പെടുത്തിയത് എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചു കൊള്ളുക. ഒരു നേതാവിനെ ഇത്രയും അധികം ഈ ജനത സ്വീകരിക്കുന്നുണ്ടെങ്കിൽ 9 വർഷം കഴിഞ്ഞ് മുഖ്യമന്ത്രിയായി ഏകദേശം 9 വർഷം മുഖ്യമന്ത്രിയായി പടിയിറങ്ങുന്നത് 2011 14 വർഷമാവുന്നു ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഈ മനുഷ്യൻ പടിയിറങ്ങിയിട്ട്. പ്രതിപക്ഷ നേതാവെന്ന സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങിയിട്ട് 9 വർഷമാവുന്നു. എന്നിട്ടും ഈ ജനതതി ഇവിടെ കൂടി നിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് കണ്ണേ കരളേ എന്ന മുദ്രാവാക്യത്തോടുകൂടി വിട നൽകണമെങ്കിൽ ഇവരുടെയൊക്കെ ജീവിതത്തെ സാധ്യമാക്കിയ നേതാവ് എന്ന നിലയിലാണ്. ഈ തലമുറയ്ക്കും വരും തലമുറയ്ക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു നല്ല ഇടം കാട്ടിക്കൊടുത്ത നേതാവ് എന്ന അർത്ഥത്തിലാണ് ഈ മനുഷ്യർ VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നത്. ഇതൊരു കമ്മ്യൂണിസ്റ്റിന്റെ അവസാനമല്ല, ഒരു കമ്മ്യൂണിസ്റ്റിന്റെ തുടക്കവും തുടർച്ചയോ മാത്രമാണ്. ഒരു VS പോയാൽ ഞങ്ങളിലൂടെ VS പുനർജനിക്കുമെന്ന് അവർ ഉറച്ചു പറയുന്നു. നിങ്ങൾ കെട്ടിയ കൊടി ഞങ്ങൾ ഒരു പടി കൂടി ഉയർത്തിക്കെട്ടുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. VSന്റെ ആ വാക്കുകൾ തന്നെ ധാരാളം. VSന് കൊടുക്കുന്ന ഈ കടപ്പാടും VSന് കൊടുക്കുന്ന വാഗ്ദാനവും അതാണ്. VSന്റെ രാഷ്ട്രീയ രീതി ഞങ്ങളിലൂടെ പുനർജനിക്കുമെന്നാണ് ഓരോ മുഷ്ടി ചുരുട്ടി ആകാശത്തേക്ക് വീശുന്ന ഓരോ യുവ നേതാവും നമ്മളോട് പറയുന്നത്, ഓരോ DYFI പ്രവർത്തകരും നമ്മളോട് പറയുന്നത്, ഓരോ CPM പ്രവർത്തകരും നമ്മളോട് പറയുന്നത്. VS ഇല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാതിരുന്ന മനുഷ്യർ ഇപ്പോൾ വലിയ രീതിയിൽ സങ്കടക്കടലായി നെഞ്ചു പൊട്ടി നെഞ്ചുലഞ്ഞ് ഉള്ളുലഞ്ഞ് VSനെ മുദ്രാവാക്യം വിളിക്കുന്നത്. അവരുടെ കണ്ണുകളിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, നിറഞ്ഞിരിക്കുന്ന കണ്ണുകളുമായി VSനോട് അവർ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. നിറഞ്ഞ കണ്ണുകൾ, സജലങ്ങളായ മിഴികളുമായി VSന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്ന ഒരു ജനതയെ നിങ്ങൾക്ക് കാണാം. സ്വീകാര്യത്ത് ഒത്തുകൂടിയിരിക്കുന്ന മനുഷ്യർ ചെറുതല്ലാത്ത വിധം വലിയ രീതിയിൽ അവർ അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ നിന്ന് ഒത്തുകൂടിയിരിക്കുന്ന മനുഷ്യർ. അക്ഷരാർത്ഥത്തിൽ ജനസാഗരം എന്ന് നമ്മൾ പറയുന്നതാണ് സ്വീകാര്യത്ത് നിങ്ങൾ കാണുന്നത്. കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിക്കാൻ പോയ VS, അന്ന് തുടങ്ങിയ VSന്റെ രാഷ്ട്രീയം, പ്രായത്തെ വെല്ലുന്ന രാഷ്ട്രീയത്തിന്റെ മികവ്, പ്രായത്തെ വെല്ലുന്ന പോരാളിയായി മാറിയ VS, പോരാളികൾക്ക് പോരാളിയായി മാറിയ VS, സമരനായകനായി മാറിയ VS, ഇവരുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തിയ VS തങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണിനും കരളിനും ഇപ്പോൾ അന്ത്യയാത്ര നൽകുകയാണ്.